വർഷം എന്തായാലും മൈസൂർ ദസറ മിസ്സാക്കാൻ പറ്റില്ല. അങ്ങനെ ദസറ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ മജസ്റ്റിക്കിലേക്ക് പോയി. ട്രെയിനിൽ ലേറ്റ് ആയിരുന്നു, നമ്മളും ലേറ്റ് ആയിരുന്നു. 2 മിനിറ്റും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ട്രെയിൻ പോയേനെ. അങ്ങനെ ജസ്റ്റ് മിസ്സിൽ ട്രെയിനും കിട്ടി. കുറച്ച് നേരം നിൽക്കേണ്ടി വന്നെങ്കിൽ സീറ്റും കിട്ടി. അങ്ങനെ സീറ്റ് കിട്ടി, നമ്മൾ സെറ്റിലായി. എല്ലാവരും കൂടെ വർത്താനം പറഞ്ഞ് ഇന്ന് 2-3 മണിക്കൂർ കൊണ്ട് നമ്മൾ മൈസൂരെത്തി ഒരു ഓട്ടോയും പിടിച്ച് നമ്മൾ നേരെ സെൻറ്റ് ഫിലോമിനാസ് ചർച്ചിലേക്ക് പോയി. അവിടുന്ന് വിശന്നപ്പോൾ ട്രിപ്പിൾ ആറിൽ പോയിട്ട് നല്ല ആന്ധ്ര മീൽസ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. ഫുഡ് കഴിച്ച് നടക്കാൻ പറ്റാണ്ടായി പാർക്കിൽ പോയി റെസ്റ്റ് ചെയ്തു. നേരെ ചാമുണ്ഡി ഹിൽസിലേക്ക് പോയി. അവിടുന്ന് ബസ് പിടിച്ചിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് കുറച്ച് ഷോപ്പിങ്ങും ചെയ്ത് സൺസെറ്റും കണ്ട് തൊഴുത് അപ്പോഴത്തേനും ആസിഫ് വന്നു. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞിരുന്നിട്ട് നമ്മളൊരു 9 മണിയായപ്പോഴാണ് തിരിച്ചു വന്നത്. ബസ്സിൽ നല്ല തിരക്കായിരുന്നു. തിരിച്ച് നമ്മൾ മൈസൂർ പാലസിലേക്ക് വന്നു. ലൈറ്റ്സ് എല്ലാം കണ്ടു. അപ്പോഴാണ് ഗുരു സ്വീറ്റ്സിൽ പോകാത്ത കാര്യം ഓർത്തത്. മൈസൂരുള്ള ഒരു ഫേമസ് സ്വീറ്റ്സ് കടയാണ് ഗുരു സ്വീറ്റ്സ്. അങ്ങനെ ഇത് മിസ്സാക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് അവിടുന്ന് വേഗം നടന്ന് അങ്ങോട്ട് പോയി. പാലസിൽ നിന്ന് 1 കിലോമീറ്ററാണ് ഗുരു സ്വീറ്റ്സിലേക്ക്. അങ്ങനെ അവിടെ ചെന്നിട്ട് മൈസൂർ പാക്കും കാജു ബർഫിയും എല്ലാം വാങ്ങിച്ച് കഴിച്ചു. റെസ്റ്റോറൻറ്റ്സ് എല്ലാം അപ്പോഴേക്കും ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ദോശക്കട കണ്ടുപിടിച്ച് അതും കഴിച്ച് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. കുറച്ച് റെസ്റ്റ് ചെയ്ത് നമ്മൾ നേരെ ബാംഗ്ലൂരേക്ക് പോയി.